ഇനി ആ മരിച്ചുപോയ ആള്, അയാളൊരു സയന്റിസ്റ്റ് ആയിരുന്നു, പേ പിടിച്ച് മരിച്ചുപോയ ആള്. ഈ സയന്റിസ്റ്റ് കാലങ്ങളായി ആ മരുന്നിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇതെല്ലാം തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് പോലീസുകാർ പറയാ. സംഭവമൊക്കെ കേട്ട് കഴിഞ്ഞ് ഹീറോ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പം നമ്മുടെ അനിയത്തി ആ കുറുമി പെണ്ണിനെ പൂച്ചക്കുട്ടിയെ പോലെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ഏതോ ഷോയ്ക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ ഹീറോ അതിന് സമ്മതിക്കില്ല. പെൺകുട്ടി ഈ സമയത്ത് പുറത്ത് കൊണ്ടുപോയാൽ അത് അവളുടെ ജീവൻ ആപത്താ, കൊള്ളക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോകും. സോ ഈ പ്രശ്നങ്ങൾ സോൾവ് ആകുന്നത് വരെ അവൾ ഈ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ, പുറത്ത് പോകാൻ പാടില്ല എന്നാണ് ഹീറോ പറയുക. അതിന് നമ്മുടെ അനിയത്തി പെണ്ണ് ഇതവളുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു ഡ്രീം ആയിരുന്നു അവൾക്ക്. ഇപ്പം കിട്ടിയ ചാൻസ് മിസ് ചെയ്താൽ പിന്നെ ആ മേഖലയിൽ ഇവൾക്കൊരു ഭാവി ഉണ്ടാവില്ല. അവളെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെടും. ദയവ് ചെയ്ത് സമ്മതിക്കൂ, നമ്മൾ രണ്ടുപേരുമില്ലേ, നമുക്ക് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് പറയാണ് അനിയത്തി. എന്നാലും ഹീറോ സമ്മതിക്കുന്നില്ല. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ എന്നെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട, ഇനിയും പേടിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി പോകാൻ തയ്യാറാവുന്നു. എന്തു പറഞ്ഞിട്ട് ഹീറോ സമ്മതിക്കുന്നില്ല. അവസാനം ഈ പ്രോഗ്രാം നടത്തുന്നത് ഒരു കോസ്മെറ്റിക് കമ്പനിയുടെ MD ആണ്. അതൊരു ലേഡിയാണ്. ആ പെണ്ണിൻ്റെ ഫോട്ടോ കാണിക്കുമ്പോൾ മാത്രം ഹീറോ എന്നാൽ പിന്നെ പോകാം, നമുക്ക് ആ ലേഡിയെ കൂടെ ഒന്ന് റെഫറൻസിന് എടുക്കാമെന്ന് പറയും. അങ്ങനെ ഇവർ ആ ഫാഷൻ ഷോ ഫെസ്റ്റിവലിന് പോവുകയാണ്. ഒരുപാട് പെൺകുട്ടികൾ കരടീനെയും പൂച്ചേനെയും പോലെയൊക്കെ വസ്ത്രം ധരിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഷോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചേച്ചീനെ ഇൻ്റർവ്യൂ ചെയ്യുന്നൊക്കെ കാണാം. കുറുമി ഒരു പൂമ്പാറ്റ മാലാഖയുടെ വസ്ത്രവും നമ്മുടെ അനിയത്തി ഏതോ കാട്ടുവാസിയുടെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ MD ലേഡിയില്ലേ, അവർ വന്ന് കുറുമിയെ കണ്ട് സംസാരിക്കും. ഞാൻ നിങ്ങളുടെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, നിങ്ങൾ വളരെ ടാലൻറ്റഡ് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞത്. വന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയും. ഉടനെ ഹീറോ ഒരു കുതിരവസ്ത്രം ഇട്ടുകൊണ്ട് വന്ന് ഈ പെൺകുട്ടിയുമായുള്ള ഡീലിങ്ങിൽ എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, ഞാനാണ് ഈ പെൺകുട്ടിയുടെ ബ്രോക്കർ എന്ന് പറഞ്ഞ് അവൻ്റെ കാർഡ് കൊടുത്ത് അവനെ വിളിക്കാൻ പറയുക. എന്നാൽ MD ലേഡി അത് മൈൻഡ് ചെയ്യുന്നില്ല. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ സമയമായതുകൊണ്ട് അവരവിടെ നിന്ന് മാറിപ്പോവും. നമ്മൾ ഹീറോ കുറുമിയെ മോട്ടിവേറ്റ് ചെയ്ത് സ്റ്റേജിലേക്ക് പറഞ്ഞുവിടുക. ഈ സമയത്ത് ഇവർ ഈ പ്രോഗ്രാമിന് വന്നതും എങ്ങനെയോ മനസ്സിലാക്കി നമ്മുടെ നേരത്തെ വില്ലന്മാരില്ലേ, ഗുണ്ടപ്പനും തള്ള ഫൈറ്ററും, അവർ ഈ സ്ഥലത്തേക്ക് വരുന്നു. കുറുമിയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റേജിൽ കയറി പെൺകുട്ടി തുള്ളിച്ചാടി എല്ലാവരെയും രസിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്തൊരു മൂന്ന് കീടങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അവരെ കണ്ടുടനെ ഹീറോ വൈറസുകളെത്തി, ഞാൻ അവരെ പ്രതിരോധിക്കാൻ പോകാമെന്നും പറഞ്ഞ് ഈ കീടങ്ങളുടെ മുന്നിലേക്ക് ചാടി വീഴും. നോക്കുമ്പോൾ അത് 3 ഫോട്ടോഗ്രാഫർമാരാ. പെമ്പിള്ളേരുടെ അപ്പിന്നും ഡൗണിന്നൊക്കെ ഫോട്ടോ എടുക്കില്ലേ, അങ്ങനത്തെ 3 കീടങ്ങൾ. അവന്മാർ കുനിഞ്ഞിരുന്ന് നിലത്ത് കിടന്നും പരമാവധി ഡൗൺ ഷോട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ഈ കുതിരേനെയും കൊണ്ട് അവരുടെ മുന്നിലേക്ക് ചാടി വീണ് ഒരു ഫോട്ടോ പോലും വൃത്തിയായിട്ട് എടുക്കാൻ സമ്മതിക്കുന്നില്ല. ആ നേരത്തായിരിക്കും ഈ ഗുണ്ട് വില്ലൻ സീലിംഗിൽ കയറിയിരുന്ന് റൈഫിൾ സെറ്റ് ചെയ്യുന്ന ഹീറോ കാണുന്നു. അയാൾ മയക്ക് വെടിയാണ് സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ നേരം ഹീറോ കുറുമിക്ക് മുന്നേ ചാടി വീണ് ആ സിറിഞ്ചൊക്കെ തൻ്റെ ബൊമ്മക്കുതിരയിൽ വാങ്ങിയെടുക്കുകയാണ്. ഇനി അവിടെ നിന്നാൽ ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കി പെൺകുട്ടീനെയും തോളി കയറ്റി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയായിരിക്കും ഹീറോ. ആ നേരത്ത് ഈ തള്ള ഫൈറ്റർ മുന്നോട്ട് വരുന്നുണ്ട്. ഇത്രയും നാൾ ആ പെണ്ണിൻ്റെ മുഖം ഹീറോയ്ക്ക് കാണാൻ പറ്റിയില്ല. എന്നാൽ കണ്ണ് കണ്ട് ഹീറോ മനസ്സിലാക്കി, സിനിമയുടെ തുടക്കത്തിൽ എൻ്റെ അനിയത്തിക്കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു പെണ്ണ് കംപ്ലൈൻറ്റ് പറയാൻ വന്നില്ലേ, ആ ലേഡിയാണിത്, ഹീറോയെ പറ്റിച്ച പെണ്ണ്. നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നിന്നോട് 2 വർത്താനം പറയാനുണ്ടെന്ന് ഹീറോ പറയുമ്പം, എനിക്ക് നിന്നോട് വർത്താനമല്ല പറയേണ്ടത്, നിന്റെ കയ്യും കാലും തല്ലി ഒടിക്കാണ് വേണ്ടതെന്നും പറഞ്ഞ് ഈ പെണ്ണ് കയ്യിലൊരു ചാട്ടവാറുമായി ഹീറോയുടെ മേലേക്ക് ചാടി വീഴുന്നു. രണ്ടുപേരും തമ്മിൽ ഉഗ്രം ഫൈറ്റ്. ആ സമയം ഈ ഇടിക്കാരിയെ തള്ളിയിട്ട് കുറുമിയുമായി രക്ഷപ്പെടാൻ നോക്കുകയാണ് ഹീറോ. നടക്കുന്നില്ല. ഇവള് ചാട്ടവാറ് വെച്ച് പിടിച്ച് നിർത്തുക. അവസാനം ഇവർ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചെത്തി. കുറുമി അവിടെ നിന്നാൽ ആപത്താണെന്ന് മനസ്സിലാക്കി ഹീറോ ഈ ഇടിക്കാരിയെ ലോക്ക് ചെയ്തിട്ട് അനിയത്തിയോട് കുറുമിയെയും കൂട്ടി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറയും. അവരോടി രക്ഷപ്പെടാൻ നേരം ഈ ഗുണ്ടപ്പൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഷൂട്ടിങ്ങും തടഞ്ഞ് ഹീറോ ഈ തള്ളപ്പെണ്ണുമായിട്ട് പൊരിഞ്ഞടിയ. ആ നേരത്ത് അനിയത്തി പെണ്ണ് കുറുമിയായിട്ട് രക്ഷപ്പെടുകയാണല്ലോ. അവരോടിപ്പോകുന്ന കണ്ട് ആ കമ്പനിയുടെ MD മാഡം ഒരു പോലീസുകാരനെയും വിളിച്ചുകൊണ്ട് വന്ന്, നിങ്ങൾക്ക് ഇനിയൊരു ആപത്തും ഉണ്ടാവില്ല, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, കുറുമിയെ പോലീസിൻ്റെ കൂടെ അയച്ചോളൂ, അവൾ സേഫ് ആയിട്ടിരിക്കുമെന്ന് പറയും. നേരത്തെ കണ്ട ചീഫ് പോലീസുകാരനാണത്. പുള്ളിക്കാരൻ ഇനി നിങ്ങൾ ആരും ഉപദ്രവിക്കില്ല എന്നും പറഞ്ഞിട്ട് കുറുമിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഈ നേരത്ത് ഹീറോയും തള്ള ഫൈറ്ററും തമ്മിൽ അടി നടക്കുക. അതേസമയം ഗുണ്ടപ്പനും വെടിവെക്കാൻ നോക്കുന്നുണ്ട്. ഹീറോ ആ പെണ്ണിനെ തടഞ്ഞു വെച്ച് ഗുണ്ടപ്പനിട്ട് തിരിച്ചൊരു വെടി കൊടുക്കുന്നു. വെടികൊണ്ട ഗുണ്ടപ്പൻ ഇനി രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ തള്ളച്ചേച്ചിയുടെ സഹായം വേണം. അതുകൊണ്ട് അയാൾ ഉടനെ റിപ്പോർട്ട് ചെയ്യാണ്, ചേച്ചി ഫൈറ്റ് ക്യാൻസൽ ചെയ്ത് ഉടനെ എന്നെ വന്ന് രക്ഷപ്പെടുത്തു, നമുക്കിവിടുന്ന് പുറത്തു പോകണം, ഈ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യണം. ഇത് കേട്ട ഫൈറ്ററക്ക ഹീറോനെയും തള്ളി മാറ്റി അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുക. എന്നാൽ ഹീറോ സമ്മതിക്കില്ല. നമ്മുടെ സ്നേഹിക്കൽ ഇനിയും തീർന്നിട്ടില്ല, ഇതിലൊരു അവസാനം കണ്ടിട്ട് നീ പോയാൽ മതിയെന്നും പറഞ്ഞ് ഹീറോ കത്തി കാണിച്ച് പെണ്ണിനെ അടിക്കാൻ വിളിക്കുക. അവൾ മുടി അഴിച്ചിട്ട് കത്തിയെടുത്ത് നേരെ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞടി. അവസാനം ഹീറോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ആ പെണ്ണിന് മനസ്സിലായി. അങ്ങനൊരവസ്ഥയിൽ ഈ യൂണിയനിലുള്ള ആൾക്കാരുടെ അവസാന പ്രയോഗമാണ് സ്വന്തം ശരീരത്തേക്ക് വയാൽ കുത്തിവെക്കുക എന്നുള്ളത്.
എന്നിട്ട് ശക്തി കൂടുമ്പോൾ എതിരാളിയെ ആക്രമിച്ച് അവിടുന്ന് രക്ഷപ്പെടാം. പിന്നെ മരിച്ചു പോയാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഈ പെണ്ണ് ആ മരുന്ന് കുത്തിവെക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ എടുക്കുന്നു. പക്ഷെ ഇവളങ്ങനെ ചെയ്യുമെന്ന് നേരത്തെ മനസ്സിലാക്കി ഹീറോ ഗുണ്ടപ്പൻ തൊടുത്തുവിട്ട മയക്കുമരുന്നില്ലേ, അത് കുറച്ച് മുന്നേ തന്നെ അക്കയുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചിരുന്നു. ഇപ്പൊ ചേച്ചിക്ക് ബോധം പോയി തുടങ്ങി. അടുത്ത സെക്കൻഡ് അവർ നിലത്തേക്ക് വീഴും. ഇത് മനസ്സിലാക്കിയ പെണ്ണ് ഹീറോയുടെ തന്തയ്ക്ക് നാല് തെറിയും വിളിച്ച് ബോധം കെട്ട് വീഴാണ്. ജോൺ സ്നോന്റെ മടിയിൽ ഡെനേരീസ് വീണതുപോലെ. ഇതെല്ലാം നടക്കുന്ന സ്റ്റേജിലായതുകൊണ്ട് കാണികൾ ഒരുപാട് പേര് കാണുന്നുണ്ട്. അവരുടെ വിചാരം ഇപ്പം നടന്നൊരു ഷോ ആയിരുന്നു, നാടകമായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും വണ്ടർബിൾ, മാർവലസ് എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കാൻ തുടങ്ങും. ഇത് കണ്ട ഹീറോയും താങ്ക് യു എന്ന് പറഞ്ഞ് തിരിച്ചു കൈ കാണിക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മുടെ ഫൈറ്റർ തള്ളച്ചേച്ചീനെ പോലീസുകാർ വിലങ്ങ് വെച്ച് ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുകയാണ്. ഹീറോയുടെ കൂട്ടുകാരി പോലീസും വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറുമി ഏതോ പോലീസുകാരൻ വിളിച്ചോണ്ട് പോയില്ലേ അനിയത്തി പെണ്ണിന്റെ കയ്യിൽ നിന്ന്. ആ പോലീസുകാരൻ ആരാണെന്ന് അനിയത്തിക്ക് അറിയില്ല. കുറുമിയെ സ്റ്റേഷനിലേക്ക് ആ പോലീസുകാരൻ കൊണ്ടുപോയിട്ടുമില്ല. സോ ആരോ ഇവരെ പറ്റിച്ചാണെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പം എന്തായാലും കയ്യിൽ കിട്ടിയ പെണ്ണിനെ, അതായത് ഫൈറ്റർ ലേഡിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്താൽ സത്യങ്ങൾ പുറത്തു വരുമെന്ന് മനസ്സിലാക്കി ഈ പോലീസുകാർ ആ പെണ്ണിനെയും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണ്. പക്ഷെ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ തന്നെ ഈ പെണ്ണ് കിടന്ന് വിറയ്ക്കാൻ തുടങ്ങും. ഫോർ ദി യൂണിയൻ എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത സെക്കൻഡ് ആ ലേഡിയുടെ തല പൊട്ടിത്തെറിക്കും. വില്ലന്മാർ ചെയ്ത പണിയാത്. ഈ നേരത്ത് കുറുമി എവിടെയാണെന്ന് നോക്കിയാൽ നമ്മുടെ ചീഫ് പോലീസുകാരനല്ലേ, അയാൾ പൈസയ്ക്ക് വേണ്ടി കുറുമിയെ പിടിച്ചോണ്ട് വന്ന് വില്ലന്മാർക്ക് കൊടുത്തായിരുന്നു. വില്ലന്മാർ പണം കൊടുക്കുന്നുണ്ട്. ഈ പണവും വാങ്ങിച്ച് നമ്മൾ തമ്മിൽ ഇനിയൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ചീഫ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. എന്നാൽ പോകുന്ന വഴിയെ പണപ്പെട്ടിക്കകത്ത് വില്ലന്മാർ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു എവിഡൻസും ബാക്കി വെക്കാൻ പാടില്ല എന്നുള്ളത് വില്ലന്മാരെ നിർബന്ധമാണ്. സോ ഈ ബോംബ് പൊട്ടി ചീഫ് അവിടെ തന്നെ വെച്ച് മരിക്കുന്നു. ഈ നേരത്ത് ഹീറോയും അനിയത്തി പെണ്ണും അവരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴായിരിക്കും പോലീസ് ലേഡി വിളിച്ച് ഹീറോ പിടിച്ചു കൊടുത്ത ആ ഫൈറ്റർ മമ്മി തലപൊട്ടി മരിച്ചു എന്ന് പറയുന്നു. അവർ മരിച്ചതുകൊണ്ട് തന്നെ കേസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഞങ്ങൾ പകച്ചു നിൽക്കുകയാണെന്ന് പോലീസ് ലേഡി പറയും. ഇത് കഴിഞ്ഞ് അനിയത്തി പെണ്ണില്ലേ, അവൾ ഹീറോയോട് സോറി ചോദിക്കുക. ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നു. കുറുമി നഷ്ടപ്പെട്ടു പോയത് ഞാൻ കാരണം. ഇനി നിങ്ങളിത് അന്വേഷിക്കേണ്ട. എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. എന്നാലും ഞാൻ ഒറ്റയ്ക്കെങ്കിലും എൻ്റെ ചേട്ടനെ അവരെന്തുകൊണ്ട് ഇല്ലാതാക്കി എന്ന് കണ്ടുപിടിക്കാതിരിക്കില്ല. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയാണ്, ദയവ് ചെയ്ത് ഈ കുഴപ്പങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അതാണ് നീ ചെയ്യേണ്ടത്. നിന്റെ ചേട്ടൻ അവസാനമായി ഞാൻ കൊടുത്ത വാക്കാണത്. നിന്നെ കൈവിടിയല്ലേ എന്നാണ് മരിക്കാൻ പോകുമ്പോഴും ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ മാറ്റി നിർത്തിയേ. എന്നിട്ട് നീ കേൾക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ അനിയത്തി പറയാണ്, അവൻ എപ്പോഴും, അതായത് അവളുടെ ചേട്ടൻ എപ്പോഴും ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. എന്നാൽ ആ മണ്ടന് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ അറിയില്ല. അവനെ ഞാനാണ് രക്ഷപ്പെടുത്തേണ്ടിയിരുന്നത്. ഒരു കള്ളം പോലും പറയാൻ അറിയാത്ത പൊട്ടന. അവന് കാവലായി എല്ലാ കാലവും എനിക്ക് നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ എനിക്ക് തെറ്റുപറ്റി. ഞാൻ അവൻ്റെ കൂടെപ്പിറപ്പല്ല എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇത്രയും കാലം അവൻ്റെ കൂടെ ജീവിച്ചിട്ട് എനിക്കത് അറിയാൻ പാടില്ലേ? അറിയായിരുന്നു. എന്നിട്ടും അവൻ അച്ഛന് കൊടുത്ത വാക്ക് അവൻ പാലിച്ചോട്ടെ, അവൻ തുറന്ന് പറഞ്ഞോട്ടെ എന്നും പറഞ്ഞ് ഞാൻ കാത്തിരുന്നതാണ്. അത് പറഞ്ഞിട്ടെങ്കിലും മരിച്ചാൽ മതിയായിരുന്നു. എൻ്റെ ചേട്ടൻ ഇല്ലാതാക്കിയവരെ ഞാൻ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ സഹായിച്ചാലും ഇല്ലെങ്കിലും. ഇതും പറഞ്ഞ് അനിയത്തി കരയുക. ഉടനെ ഹീറോ അവരുടെ വെപ്പൺ മുറിയിലേക്ക് പോയി ചേട്ടൻ്റെ ഗൺ എടുത്തുകൊണ്ട് വന്ന് അനിയത്തിക്ക് കൊടുക്കും. എന്നിട്ട് പറയാണ്, ഇനി നീ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അവരോട് പ്രതികാരം ചെയ്യാനുള്ള സമയമായി, പുറപ്പെട്ടോന്ന്. അങ്ങനെ ഇവർ പ്രതികാരം ചെയ്യാൻ പുറപ്പെട്ടു വരികയാണ്. ഈ നേരം നമ്മുടെ കുറുമി പെണ്ണിനെ ആ കമ്പനിക്കാർ ഏതോ ലാബിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് കുറേ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് ബ്ലഡ് സാമ്പിൾസ് ഒക്കെ എടുക്കുന്നുണ്ട്. ആ നേരത്താണ് കുറുമി അവളുടെ കാണാതെ പോയ കൂട്ടുകാരനില്ലേ, അവനെ തൊട്ടടുത്ത മുറിയിൽ പൂട്ടി വെച്ചിരിക്കുന്നത് കാണുന്നു. ആ ചെറുക്കന് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. ഇതിൽ കുറുമിക്ക് മാത്രമേ ഈ പ്രത്യേക എബിലിറ്റി കിട്ടിയിട്ടുള്ളൂ, മരിക്കാതെ കിട്ടിയിട്ടുള്ളൂ. ഇവളാ നോക്കുന്ന കണ്ടിട്ട് ഫാഷൻ കമ്പനിയിലെ ലേഡിയില്ലേ, അവൾ പറയും, നീ അങ്ങോട്ട് നോക്കണ്ട, ഞങ്ങളോടൊന്ന് കോപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി. നിന്റെ DNA കൊണ്ട് ഞങ്ങൾ കോടികളാണ് ഉണ്ടാക്കാൻ പോണേന്ന്. സോ ഈ ഫാഷൻ ലേഡിയും വില്ലന്മാരെ ഗണത്തിൽപ്പെട്ടതാ. വില്ലന്മാരെ സഹായിക്കാൻ വേണ്ടി അവരെ കൂടത്തിൽ കൂടിയതാ. എന്നാൽ നമ്മൾ നേരത്തെ കണ്ട ക്യാപ്റ്റൻ വില്ലനില്ലേ, അയാള് ഈ ലേഡീനെയും കൊന്നുകളയും, ഈ ഫാഷൻ ലേഡീനെയും കൊന്നുകളയും. കാരണം അയാൾക്ക് കുറുമീനെ മാത്രം മതി. ഇവരെ യൂണിയന്റെ ഷെയർ കൂടുതൽ ആർക്കും കൊടുക്കാൻ കമ്പനി ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആ ഫാഷൻ ലേഡീനെ ഇവർ കൊന്നുകളഞ്ഞു. ഒപ്പം അവിടെയുള്ള ഡോക്ടർമാരെ, പിന്നെ പരീക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന പേഷ്യൻസിനെ എല്ലാവരെയും കൊന്നുകളയും. അവരുപയോഗിച്ച ഡാറ്റ മാത്രം എടുക്കുന്നുണ്ട്, ഡാറ്റയും കുറുമീനെയും. എന്നിട്ട് ആ ക്യാപ്റ്റൻ വില്ലനില്ലേ, അയാളെ കമ്പനിയിലെ ആൾക്കാരെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ അയക്കാൻ പറയുകയാണ്, അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ. ഇത് കഴിഞ്ഞ് അയാൾ കുറുമിയെ ചെക്ക് ചെയ്യുമ്പോൾ കുറുമിയുടെ കമ്മലിലായിട്ട് ഒരു GPS ഡിവൈസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണും. അത് ഹീറോ ഫിറ്റ് ചെയ്താ. സോ ഹീറോയ്ക്ക് ഇപ്പം അറിയാം കുറുമി എവിടെയാണ് ഉള്ളതെന്ന്. അവൻ ആ സ്പോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്ത് നമ്മൾ നേരത്തെ കണ്ട ആ ബിഗ് ഡാഡി ഗാങ്സ്റ്ററില്ലേ, അങ്ങേര് ഹീറോയെ വിളിച്ചിട്ട് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. അതൊരു അമേരിക്കൻ അണ്ടർവേൾഡ് മാഫിയ കമ്പനിയാണ്. അവർ കുറച്ച് നാളായിട്ട് ഈ ബയോ വെപ്പൺ ഉണ്ടാക്കുന്ന മിഷനിലാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ജപ്പാനിലെ ക്യാപ്റ്റനെ അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത്. കുറുമീനെ അയാൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അവരെ ഹൈഡൗട്ട് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, പറഞ്ഞു തരണമോ എന്ന് ഡാഡി ചോദിക്കുമ്പം ഹീറോ പറയും, ഇല്ല, അതിൻ്റെ ആവശ്യമില്ല,
ഞാൻ കുറച്ച് മുന്നേ തന്നെ അവരുടെ ഹൈഡൗട്ട് കണ്ടുപിടിച്ചെന്നു. അത് കേൾക്കുന്ന ബിഗ് ഡാഡി എന്നാ പിന്നെ പോയി ജീവനോടെ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ അവിടുത്തെ ക്ലബ്ബ് നിന്റെ പേരിൽ എഴുതി വെക്കാന്ന് പറയും. ഹീറോ പോടാ ഡാഡി എന്നും പറഞ്ഞ് വീണ്ടും ഒരു കാർ ഓടിച്ചു പോവാണ് ഏതോ ഒരു ടണലിന്റെ അകത്തേക്ക്. ഈ നേരത്ത് പോലീസുകാർക്ക് അവരുടെ ചീഫ് പോലീസിനെ പൊട്ടിത്തെറിച്ച അവസ്ഥയിൽ കണ്ടുകിട്ടും. സോ നമ്മുടെ പോലീസ് ലേഡി ചീഫിന്റെ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് അവസാനമായിട്ട് പുള്ളിക്കാരൻ ആരെയാണ് കോൺടാക്ട് ചെയ്തത്, അവരുടെ ലൊക്കേഷൻ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറയുക. കട്ട് ചെയ്ത ഇവിടെ ഹീറോ അനിയത്തി പെണ്ണിനെയും കൊണ്ട് ഈ വില്ലന്മാര് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന ലാബിലേക്ക് എത്തി. അവിടെ നോക്കുമ്പം എല്ലാവരും മരിച്ചു കിടക്കുന്ന കാണുന്നു. വില്ലന്മാര് പേഷ്യൻസിനെയും ഡോക്ടർമാരെയും ആ ഫാഷൻ ലേഡീനെയൊക്കെ കൊന്ന് കുറുമിയായിട്ട് അവിടെ നിന്ന് മാറിപ്പോയി കഴിഞ്ഞു. തൊട്ടടുത്ത് വേറൊരു ബങ്കറുണ്ട്, അങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുപോയിരിക്കുകയെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. ഹീറോ ആ സ്ഥലത്തേക്ക് ചെല്ലുക. നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. ഇവരൊരു 2 മിനിറ്റ് പകച്ചു നിൽക്കുമ്പോൾ ആ വില്ലന്റെ കറുത്തുടുപ്പിട്ട കുറെ പട്ടാളം തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവരെ കണ്ടുടനെ ഹീറോ പറയാണ്, നിങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ നൂഡിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ സ്വിഗ്ഗിന്നാണ്, ആർക്കാണ് ആദ്യം വേണ്ടതെന്ന് പറയൂ. കൈ പൊക്കി കാണിക്കുമെന്ന്. ഉടനെ ഒരു തോക്ക് പൊക്കി കാണിക്കും. ഏട്ടനും ചേച്ചിയും ഓടിച്ചെന്ന് ഒരു മതിലിന്റെ പിറകെ മറിഞ്ഞിരിക്കുക. അവന്മാർ തുരുതുരാ വെടിവെക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പം ഹീറോ ബാഗിൽ നിന്ന് തോക്കൊക്കെ സെറ്റ് ചെയ്ത് ഇവരെ മുന്നിലേക്ക് ചാടി വീണ് ഷൂട്ട് ചെയ്യുക. പിന്നെ പൊരിഞ്ഞ വെടിവെപ്പന്നെ. ഇതിലെല്ലാവരെയും വെടിവെച്ച് ഹീറോ ഇങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുമ്പോഴാണ് അക്കെ ഒരു പ്ലാസ്റ്റിക് പൈപ്പുമായി ഹീറോയുടെ കൂടെ നിൽക്കുന്നത്. ചേച്ചി പണിയൊന്നും എടുത്തിട്ടില്ല, എന്നാൽ അവസാനം ഒരു പോസ് കാണിക്കണമല്ലോ. ആ നേരത്തുണ്ട് ദൂരെ നിന്ന് ആരോ വെടിപൊട്ടിക്കുന്നു. അക്ക വിറച്ചു. നോക്കുമ്പം കുറുമിയായിട്ട് ആ ക്യാപ്റ്റൻ വില്ലൻ അങ്ങോട്ട് വരുന്നു. കുറുമീനെ അവൻ തടങ്കലിൽ പിടിച്ചിരിക്കുക. എന്നിട്ട് അയാൾ ഹീറോയോട് പറയും, നീ ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ആളല്ല, കഴിവുള്ള അസാസിൻ തന്നെയാണ്. എന്തിനാ നീ ഉപയോഗമില്ലാതെ ആ മണ്ടൻ കൂട്ടുകാരന് വേണ്ടി എന്നോട് പ്രതികാരം ചെയ്യുന്നു? ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്. നീ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പണവും അധികാരവും ഞങ്ങളെക്കൊണ്ട് നിനക്ക് നൽകാൻ കഴിയും. അത് കേൾക്കുമ്പം ഹീറോ വായടച്ച് മുട്ടേ നിൽക്കടാ, എൻ്റെ കൂട്ടുകാരൻ ഇല്ലാതാക്കിയതിന് മരണശേഷം നീ അവനോട് മാപ്പ് പറയണം. അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞ് വില്ലന് നേരെ തോക്ക് ചൂണ്ടുക. അപ്പോൾ വില്ലൻ ചിരിച്ചുകൊണ്ട് അയാളെ ടാബിനകത്ത് എന്തോ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നോക്കുമ്പം അവിടെ അടച്ചു വെച്ചിരിക്കുന്ന കണ്ടെയ്നറും പൊട്ടിച്ച് ഒരു പെരുത്ത ജീവൻ പുറത്തേക്ക് ചാടി വീഴും. ആരാന്നറിയോ? നേരത്തെ കണ്ട ഗുണ്ടപ്പൻ. ഹീറോ 2 വെടി പൊട്ടിച്ചു വിട്ടില്ലേ, ആ പുള്ളി ഇവർ കൊണ്ടുവന്ന് പരീക്ഷണമൊക്കെ നടത്തി ഒരു സത്വമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ദേഷ്യപ്പെടാതിരിക്കാൻ വേണ്ടി വെള്ളത്തിയിട്ട് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം അണ്ണനെ തുറന്നു വിട്ടിരിക്കുക. അയാളെ രാവണന്റെ ശക്തിയും കൊണ്ട് ഹീറോയെ ഹൾക്കിനെ പോലെ വലിച്ചെടുത്ത് നിലത്തടിക്കാൻ തുടങ്ങും. ഈ നേരം വില്ലൻ കുറുമിയായിട്ട് കെട്ടിടത്തിന്റെ മണ്ടയിലേക്ക് ലിഫ്റ്റിൽ കയറി പോവുക. അനിയത്തി പെണ്ണ് കുറുമിയെ രക്ഷിക്കാൻ വേണ്ടി അയാളെ പുറകെ പോകുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാരും ലൊക്കേഷൻ കണ്ടുപിടിച്ച് സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കാം, കോയെന്നും പറഞ്ഞ്. ഇവിടെ വില്ലപ്പൻ കുറുമിനെയും കൊണ്ട് പെരയുടെ മണ്ടയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഹീറോ ഗുണ്ടുവായിട്ട് നല്ല അടിയാ. അവനെ കൊണ്ട് ഗുണ്ടുവിനെ വീഴ്ത്താൻ കഴിയുന്നില്ല. ഇടയ്ക്ക് 2 പൊട്ടിച്ചിട്ട് ഓടി മാറി നിൽക്കും. ഇവിടെ വില്ലന് പുറകെ ചെന്ന അനിയത്തി കണ്ണാടി ചില്ലിന്റെ ഇപ്പുറത്ത് തന്നെ കുടുങ്ങിപ്പോവുക. അവൾക്ക് ഗ്ലാസ് ഡോറും താണ്ടി അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ആ സമയത്തായിരിക്കും വില്ലൻ പറയുക, നീ നിന്റെ അച്ഛനെയും ചേട്ടനെയും കൊന്നതിന് പ്രതികാരം ചെയ്യാൻ വന്നാണോ? അനിയത്തിക്ക് മനസ്സിലാവില്ല. അച്ഛന്റെ കാര്യം അവൾക്ക് അറിയില്ലല്ലോ. ഇതറിഞ്ഞ വില്ലൻ, അപ്പൊ നിനക്ക് അറിയാൻ പാടില്ലേ, നിന്റെ അച്ഛനെ കൊന്നത് ഞങ്ങളാണെന്ന് അറിയാൻ പാടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പം ഇവിടെ ഹീറോ ആ ഗുണ്ടനെ ഇടിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് അവന്റെ വായിലേക്ക് ഒരു ഗ്രനേഡും തിരികെ അവനെ വെള്ളത്തിലേക്ക് തള്ളിയിടും. പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റാതെ ഗുണ്ടപ്പം വെള്ളത്തിൽ വീണ് പന്നിപ്പടക്കം വായ വെച്ച് പൊട്ടിയതുപോലെ പൊട്ടി മരിക്കുക. ഈ നേരം വില്ലൻ അനിയത്തിയുടെ അച്ഛൻ അവരെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തതാണെന്നും പെൺകുട്ടി ജനിച്ചപ്പോൾ ജോലി റിസൈൻ ചെയ്ത് പോകാൻ ശ്രമിച്ചെന്നും അതുകൊണ്ടാണ് ഇവർ അതേ മരുന്ന് അപ്പനിൽ ട്രൈ ചെയ്ത് നോക്കിയത് എന്നുള്ള കാര്യം പറയും. സോ ഇവന്മാര് തന്നെയാണ് അനിയത്തിയുടെ അച്ഛനെ കൊന്നത്. അത് കഴിഞ്ഞ് ഈ കാര്യം അറിയാവുന്ന അനിയത്തിയുടെ ചേട്ടൻ, ഹീറോയുടെ കൂട്ടുകാരൻ, അയാൾ ഈ വയാല് കിട്ടിയപ്പം അച്ഛനെ പറ്റിയുള്ള കാര്യമൊക്കെ അറിയാലോ. സോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ആ വയൽ എടുത്തു വെച്ച അവൻ കാര്യങ്ങൾ പുറത്തു വിടുമെന്ന് ഭയന്നിട്ടാണ് ഈ വില്ലന്മാർ അവനെയും കൊന്നുകളഞ്ഞു. ഇനി അടുത്തത് ഞങ്ങൾ നിന്നെയാണ് കൊല്ലാൻ പോണെന്നും പറഞ്ഞ് വില്ലൻ ചിരിക്കുക. പെണ്ണ് പൊട്ടിക്കരയാൻ നേരം ദൂരെ നിന്നും ഹീറോ വില്ലന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഉള്ളതുകൊണ്ട് വെടിയുണ്ട അപ്പുറത്തേക്ക് കിടക്കില്ല. എന്നാൽ ഈ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകൾക്ക് ഒരു നെഗറ്റീവ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഒരേ സ്ഥലത്ത് തന്നെ ഒരേ പോയിന്റിൽ തന്നെ വീണ്ടും ഷൂട്ട് ചെയ്താൽ പൊട്ടി അവസാനം ഓട്ട തുളയും. അങ്ങനെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അത്യധികം കഴിവുള്ള മാസ്റ്റർ ആയിരിക്കണം. അങ്ങനത്തെ ഒരു മാസ്റ്ററാണ് ഹീറോ ഒരേ പോയിന്റിൽ തന്നെ ഷൂട്ട് ചെയ്ത് അവസാനം ഗ്ലാസ് തുളച്ചു. ഇത് കണ്ടപ്പോൾ വില്ലന് മനസ്സിലായി താൻ പിടിക്കപ്പെടുമെന്ന്. അവൻ പേടിച്ച് ഓടാൻ ശ്രമിക്കുക. ഹീറോ ആണെങ്കിൽ ഷൂട്ട് ചെയ്ത ഗ്ലാസും പൊട്ടിച്ച് പെട്ടെന്ന് തന്നെ ടെറസിൽ കയറി വില്ലന്റെ തോളത്തും കാലിലും ഷൂട്ട് ചെയ്ത് അവനെ വീഴ്ത്തും. ആ നേരം വില്ലനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമേരിക്കൻ മാഫിയയുടെ ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ വില്ലൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ദൂരേക്ക് പറന്നുപോകും. ഇനിയിപ്പോൾ കുടുംബത്തെ കൊന്ന വില്ലനോട് അനിയത്തിക്ക് പ്രതികാരം ചെയ്യണം. അതുകൊണ്ട് ഹീറോ ഷൂട്ട് ചെയ്യാതെ അവളോട് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പറയുക. വില്ലനും അതിന് തയ്യാറായി നിന്ന് എൻ്റെ നെറ്റിയിലേക്ക് ധൈര്യമുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യുമെന്നും പറഞ്ഞ് അവളുടെ മുന്നിൽ അനങ്ങാതെ നിൽക്കുകയാണ്. എന്നാൽ നമ്മുടെ കൊച്ചു പെണ്ണ്, അവൾക്ക് എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും ഒരാളെ കൊല്ലാനുള്ള കരുത്ത് അവൾക്കില്ല. അത്രയും മോശപ്പെട്ട പെണ്ണല്ല അവൾ. അതുകൊണ്ട് ഹീറോ മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്ന് ആ തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് നീ ഇത് ചെയ്യണ്ടെന്ന് പറയും. ഈ നേരത്തെ ഈ വില്ലൻ പിടിക്കപ്പെട്ടതുകൊണ്ട് തന്നെ യൂണിയൻകാര്
അവൻ്റെ കഴുത്തിയുള്ള ആ പ്രത്യേക പൊട്ടിപ്പോണ ഡിവൈസ് ഇല്ലേ അത് ഓണാക്കാണ്. സോ താൻ മരണപ്പെടും എന്ന് മനസ്സിലാക്കിയ വില്ലൻ ഹീറോയുടെ ശ്രദ്ധ മാറിയിരിക്കുന്ന സമയത്ത് തോക്കെടുത്ത് അവരെ ഷൂട്ട് ചെയ്യാൻ നോക്കുക. എന്നാൽ ഹീറോയ്ക്ക് പിന്നാമ്പുറത്തും കണ്ണുണ്ട്, മൂട്ടിലും കണ്ണുണ്ട്. ഇരിക്കുമ്പോൾ മാത്രമേ അത് അടച്ചു വയ്ക്കുള്ളൂ, അല്ലാത്ത സമയം നന്നായിട്ട് കാണാം. സോ തോക്ക് തിരിച്ചു പിടിച്ചൊരൊറ്റ വെടിയ ഹീറോ വില്ലൻ വീണു. അങ്ങനെ കുറുമി പെണ്ണ് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ ഹെലികോപ്റ്ററിൽ വന്ന അമേരിക്കൻ ഗ്യാങ് അവർക്ക് ഇനി ഇവിടെ നിന്ന പ്രശ്നമെന്ന് മനസ്സിലാക്കി അവർ തിരികെ അങ്ങ് പറന്നുപോകും. എല്ലാം കഴിയുമ്പോഴാണ് പോലീസുകാർ വരുന്നത്. അവർ വന്ന് നമ്മുടെ പിള്ളേരെയൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാം. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അനിയത്തി പെണ്ണ് അച്ഛൻ്റെയും ചേട്ടൻ്റെയും കല്ലറയിൽ ചെന്ന് പൂവൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അവർക്കൊരു വിഷൊക്കെ പറഞ്ഞ് തിരികെ വരുന്നു. നമ്മുടെ കുറുമി അവളുടെ പഴയ ജീവിതത്തിലേക്ക് പൂച്ചക്കുട്ടിയുടെ വസ്ത്രമൊക്കെ ധരിച്ച് സാധാരണ പെൺകുട്ടിയെ പോലെ ജീവിക്കാൻ തുടങ്ങി. ഹീറോ ആണെങ്കിൽ ഇനി സമാധാനമായിട്ട് കിടക്കാമെന്ന് വിചാരിക്കുമ്പം ഈ കുറുമി ചേട്ടൻ മരിച്ചു പോയതുകൊണ്ട് ഇനി ഞാനാണ് നിങ്ങളുടെ പാർട്ട്ണർ, ഈ വീട്ടിൽ എനിക്ക് അവകാശമുണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ കയറി വന്ന് തോന്നിയാസൊക്കെ കാണിച്ചു തുടങ്ങുക. അവിടെ വെച്ച് സിറ്റി ഹണ്ടർ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി മൂവിയായിട്ട് വീണ്ടും കാണുന്നതുവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.